വിട്ട് ദേശത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു. തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് താൻ വിരമിച്ചിരിക്കുന്നു. ദൈവ സ്തോത്രം. ഈ പ്രിയ മാതാവിൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകനാണ് ഞാൻ. ഞങ്ങളെ വളരെയധികം സ്നേഹിച്ച ഒരു മാതാവാണ് ഇത്. ഞങ്ങളുടെ ചെറുപ്പകാലം മുതൽ കുറുമക്കാട്ട് പ്രദേശത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളെ അത്രയധികം സ്നേഹിച്ചിരുന്നു. എപ്പോൾ ചെന്നാലും വളരെ ഞങ്ങളെ സഹകരിക്കുന്ന കാര്യത്തിൽ വളരെ സ്നേഹത്തോടെ വളരെ ഇടപെട്ട ഒരു വ്യക്തിയാകുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ താൻ വളരെ തൽപരയായിരുന്നു. ആർക്ക് ഏത് സഹായം വേണമെങ്കിലും തന്നാൽ കഴിയുന്ന എപ്പോഴും ചെയ്തു കൊടുക്കാൻ താൻ വളരെ ശ്രദ്ധ കാണിച്ചിരുന്നു. ആ ചുറ്റുപാടും കുടുംബങ്ങളുടെ ചുറ്റുപാടും താമസിച്ചിരിക്കുന്ന എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ താൻ പറ്റിയിരുന്നു. കാരണം അത്രയ്ക്ക് സ്നേഹമായിട്ടാണ് അവരുമായിട്ട് താൻ ജീവിച്ചത്. കൂടാതെ തന്നെ അവരുടെ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വളരെയധികം സ്നേഹിച്ച് വളരെ ഒരു മാതൃകാ കുടുംബജീവിതമായിരുന്നു. അനേക ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയും 4 ആൺമക്കളും ഒരു നോയ്മോളും കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു കുടുംബത്തിലെ അംഗം പോലെ ആണ് ഞങ്ങളവിടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ചിലപ്പോൾ സമയത്തൊക്കെയും സണ്ണിച്ചാൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മക്കളെ പ്രബോധിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവ് സ്തോത്രം ഒരു പ്രാവശ്യം അവിടെ പ്രാർത്ഥിക്കുക പോയപ്പോൾ പലവിധമായ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളൊക്കെ മധ്യയിൽ എത്തേണ്ടതാകുന്നതൊക്കെയും പലപ്പോഴും ഞങ്ങൾ പറഞ്ഞ ധൈര്യം അങ്ങോട്ടും അന്യോന്യം ധൈര്യപ്പെടുത്താറുണ്ട്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവ് സ്തോത്രം ഒരു കുടുംബം പോലെ ആ വിശ്വാസത്തിൽ വരുവാൻ ദൈവം സഹായിച്ചത്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളും അപ്പനും അമ്മയും കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ 5 പേരെ ഈ വിശ്വാസത്തിൽ വരുന്നതിനൊക്കെ കർത്താവ് സഹായിച്ചു. അതൊക്കെ അമ്മച്ചിയുടെയും എവരുടെയും സഹായവും കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ആ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയെ കുറിച്ച് എന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. 1-ാം നൂറ്റാണ്ടിൽ അമ്മച്ചിയുടെ ഫലമായിട്ട് അമ്മച്ചിയുടെ പ്രാർത്ഥനയായിട്ട് അമ്മച്ചി ഒരു ദിവസം പ്രാർത്ഥനയുണ്ടായി. ഞങ്ങൾക്കൊരാൾ അവിടെ സൺഡേ സ്കൂൾ തുടങ്ങണമെന്ന്. കർത്താവ് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ അവിടെ സൺഡേ തുടങ്ങി ആ ഹിന്ദുക്കളുടെ വീട്ടിലെല്ലാം പോയി ആ അനേക കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സൺഡേ പഠിപ്പിക്കുമായിരുന്നു. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയൊക്കെയും ആത്മീയമായ കാര്യത്തിൽ ഞങ്ങൾ വളരെ സുഷ്കാന്തി എരിവുള്ളവരായി കർത്താവ് സ്തോത്രം ഈ ഉപദേശത്തിന് വേണ്ടി ഈ സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ തൊക്കണം. അവസാനത്തോളം സഹിച്ചു നിൽപ്പാൻ തൊക്കണം. ഈ അപ്പോസ്തല ഉപദേശത്തിൽ നിലനിൽപ്പാൻ തൊക്കണം. ദൈവം എനിക്കും ഭാഗ്യം നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ദാസിക്കും ഭാഗ്യം കൊടുത്ത ദൈവം ദൈവത്താൽ സ്തോത്രം. എനിക്കും നല്ലൊരു അവകാശം പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓടുകയാണ്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഞാനും നല്ല കൊണ്ട് ഓട്ടം തികച്ചു വിശ്വാസം നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ തന്റെ ദാസിയെ ഒരുക്കിയതുപോലെ എന്നെ ഒരുക്കാൻ തൊക്കണം. ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ സാക്ഷിയെ ചുരുക്കിക്കൊള്ളുന്നു. ആലോചനയും വലിയവരും പ്രവൃത്തിയിലും ശക്തനുമായ കർത്താവ് തക്ക സമയത്ത് ഞങ്ങളുടെ സഹോദരിയെ എടുക്കല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 43 വർഷം ആയിരിക്കുന്നു ഈ പ്രിയ മാതാവുമായിട്ട് എനിക്കുള്ള ബന്ധം. ഇവരെ സഹോദരങ്ങളെല്ലാം വളരെ സ്നേഹവും സന്തോഷമായി ജീവിച്ച ഒരു കുടുംബമാണ്. 43 വർഷം കൊണ്ട് ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ എന്തുണ്ടായെങ്കിലും ഇവർ സഹോദരങ്ങളെല്ലാം പെങ്ങളെ നല്ലാതെ ഈ കുഞ്ഞുമാമയെ വിളിക്കത്തില്ല. അതുപോലെ ചേച്ചി തങ്കമാമയെ അതുപോലെ തന്നെയാണ്. ഇവരെല്ലാം പെങ്ങളെ മാത്രമേ വിളിക്കുകയുള്ളൂ. ഇവർ തമ്മിൽ കാണുമ്പോൾ അവരുടെ സ്നേഹത്തിന് ഒരു പ്രത്യേക മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ആ പെങ്ങളെ വിളിക്കുന്ന ആ ശബ്ദം പൊളിഞ്ഞു പോയിട്ട് 12 വർഷവും 2 മാസമായിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. അത് കഴിഞ്ഞ് ഞാൻ കൂടെ ഈ ദേശത്ത് വരികാനോ ഒന്നും എനിക്ക് സാധിക്കത്തില്ല. എങ്കിലും മക്കൾ വരുമ്പോൾ അവരുടെ കൂടെ വരും. കഴിഞ്ഞ മാസം എൻ്റെ മൂത്ത മോൻ വന്ന കുഞ്ഞുമാമയെ കാണുവാനും സ്നേഹം സന്തോഷത്തിൽ പങ്കിടുവാനും ദൈവമായ കർത്താവ് ഇടയാക്കി. കർത്താവിന് സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട് ആ മാമ കൺവെൻഷനൊക്കെ എറണാകുളം വലിയ കൺവെൻഷനൊക്കെ തുടങ്ങുമ്പോൾ അത് കുസ്നിയിലെ മെയിൻ ജോലി ചെയ്യുന്ന ആൾ പുള്ളിക്കാരിയാണെന്ന്. ഞങ്ങൾ കുടുംബമായിട്ട് വലിയ കൺവെൻഷന് വന്നാൽ മാമയൊന്നും കണ്ടു കിട്ടത്തില്ല. ഒന്നേ അവിടെ വെയിറ്റ് ഇരിക്കുക കുഞ്ഞുമോനെ എനിക്ക് ഇപ്പോൾ വരാമെന്ന് പറയും. പോകുന്നത് കുസ്നി തന്നെയാണ്, കലവറയിലോട്ടാണ്. കർത്താവിന് സ്തോത്രം. അങ്ങനെ ശുശ്രൂഷ വേലക്കാരെയും വിശ്വാസികളെയും സഹോദരങ്ങളെയും വളരെയധികം സ്നേഹിച്ച ഒരു തലമുറ ഒരു മാതാവാണ് കുഞ്ഞുമാമ. കർത്താവിന് സ്തോത്രം. അതിലും പ്രധാനമായിട്ട് അവരെനിക്കും ഞങ്ങൾ നാട്ടുമാരാണ്. ഈ 43 വർഷമായിട്ട് ഒരു വാക്കുകൊണ്ട് പോലും പരസ്പരം പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ വളരെയധികം ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഒരു പ്രാവശ്യം പുള്ളിക്കാരനുമായിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. പക്ഷെ ഞാൻ അതിനെല്ലാം സോൾവ് ചെയ്യുവാൻ ദൈവമായ കർത്താവ് എനിക്കിടയാക്കി. കർത്താവിന് സ്തോത്രം. ഏകദേശം അമ്മയ്ക്ക് ഓർമ്മയിരിക്കും കാലം വരെയും അമ്മ ആ സംഭവം പറയാറുണ്ട്. പലരോടും കർത്താവിന് സ്തോത്രം ചെയ്യും.
എനിക്ക് കർത്താവോട് ശേഷിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് 3 ആൺമക്കളാണ്. ഞാൻ മക്കളെല്ലാം കൂടിയിരിക്കുമ്പോൾ ഞാൻ അവരോട് പറയും, എനിക്ക് എൻ്റെ ബോധം കെട്ട് കഴിഞ്ഞ് നിങ്ങൾ എന്നെ ശുശ്രൂഷിക്കാനോ എന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനോ ആൾക്കാരുടെ മുന്നേ പറയാനോ എനിക്കുണ്ട. ഞാൻ ഓടുന്ന സമയത്ത്, ഞാൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടുന്ന ബഹുമാനം തരിക, നിങ്ങൾ എന്നോട് ആലോചിച്ച് വേണ്ടുന്ന ചെയ്യുക. ഒരു പിതാവില്ലാത്ത സ്ഥാനത്ത്, ആ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം. ഈ 12 വർഷവും എൻ്റെ മക്കൾ 3 പേരും മരുമക്കളും അങ്ങനെ തന്നെ ആയിരിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. എൻ്റെ മൂത്ത മോന് ഏകദേശം 40 വയസ്സ് കഴിഞ്ഞു. ഇന്നും അവൻ എന്നോട് ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യുക. കർത്താവിൻ്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഇപ്പോഴത്തെ മക്കളെല്ലാം ന്യൂ ജനറേഷൻ എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യങ്ങളിലുമെല്ലാം പോയി കൊണ്ടാക്കിയിട്ട് അവർ വിദേശത്തുകൊണ്ടെല്ലാം താമസിക്കുമ്പോൾ ഈ പ്രിയ കുഞ്ഞുമാമയെ കർത്താവ് ഈ മനോഹരമായ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഈ പ്രിയ മാതാവിന് നല്ല സുബോധമായിരിക്കുമ്പോൾ കാണുവാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മൂത്ത മോൻ തിങ്കളാഴ്ച രാവിലെ വരുമ്പോൾ പറഞ്ഞു, മമ്മി എനിക്ക് വരാൻ സാധിക്കുന്നില്ല, ഞങ്ങളുടെ ഒപ്പം മരിച്ചു പോയാലും ഈ ബന്ധങ്ങൾ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവരുടെ ഈ 7 പേരുടെ ഇടയിലുള്ള ആ സ്നേഹം ഈ തലമുറയ്ക്ക് ഞാൻ ഇന്നുവരെയും കാണുന്നില്ല. കർത്താവിന് സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. ന്യൂ ജനറേഷൻ എന്നാണ് പറയുന്നത്. കർത്താവിന് സ്തോത്രം. ഞാൻ എൻ്റെ മക്കളെ അതുപ്രകാരം ആലോചനയോട് നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവിൽ കാലം ധരിക്കുമ്പോൾ ഈ മാതാവൊക്കെ കാണുമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നേരം കാണും, നേരം കാണും. മക്കളോട്, പ്രിയപ്പെട്ടവരോട്, സഭയോട് ഒരുമിച്ച് ദൈവത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളുടെ പ്രത്യാശയാണ് കൂടാരമാകുന്ന ഈ ഭവനം അഴിഞ്ഞുപോയി. എന്നാൽ കൈപ്പടിയല്ലാത്തൊരു നിത്യഭവനം സ്വർഗത്തിൽ നമുക്കുണ്ട് എന്നുള്ള അറിവ് നമ്മെ പ്രത്യാശയിലേക്ക് നടത്തുന്ന ഒന്നാകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വാത്സല്യ മാതാവുമായിട്ട് എനിക്ക് പരിചയപ്പെടുവാൻ കാരണമായി തീർന്നത് ഞങ്ങളുടെ സഭയുടെ അംഗമായിരുന്ന പ്രിയ സജുഭരതനോടും തൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലാണ്. ഈ മാതാവുമായിട്ട് ചില നാൾക്ക് മുമ്പ് അടുത്തറിയുവാനും കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കിയത്. അതുമാത്രമല്ല, സജുവിൻ്റെ ഭാര്യ അനിലമ്മ സൗകരി തൃക്കണംകിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ അംഗമാണ്. ഞാനിപ്പോൾ അവിടെയാണ് ശുശ്രൂഷിക്കുന്നത്. അവരോടുള്ള ബന്ധത്തിലും ഈ പ്രിയ മാതാവിനെ കാണുവാൻ ദൈവം കഴിഞ്ഞ നാളിൽ സഹായിച്ചു. ഞങ്ങൾ കടന്നു വരുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും അതുപ്രകാരം അതിൻ്റെതായ വിടുതൽ അനുഭവിപ്പാനും ദൈവം സഹായിച്ചിട്ടുണ്ട്. ഏറിയ കഷ്ടത്തിലും പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. വിശേഷിച്ച് പ്രിയ സജുഭരനും തൻ്റെ കുടുംബവും അവരോട് കാണിച്ച സ്നേഹം, ആദരവ്, അനുഗ്രഹം ഒക്കെ ഞങ്ങൾ ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശേഷിച്ച് നിത്യതയിലേക്ക് പ്രവേശിച്ച പ്രിയ മാതാവിനെ ഇനി വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം എന്നുള്ള ആ വലിയ പ്രത്യാശ ഈ ദിവസങ്ങളിൽ നമുക്ക് ഭരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരാതെ വണ്ണം നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുകയും അവൻ്റെ കാഴ്ചകളിൽ പിൻപറ്റുവാൻ നമുക്ക് ഇടയാകട്ടെ. ഈ മരുപ്രയാണകാലം ഭയത്തോടെ കഴിപ്പാൻ, ഇത് പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ദൈവം ഈ ദിവസങ്ങൾ ഇടയാകട്ടെ. ആമേൻ. ദൈവം നമ്മെ എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മാത്രമല്ല സ്മിസഗോഡ് തൃക്കണമംഗലേജി സഭയുടെയും ദുഃഖം മാതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ പ്രിയഭവനത്തിലെ ജോളി മാമയുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മിത്രമിത്രാദികൾ പലരും കോട്ടോട്ട് ജംഗ്ഷനുള്ള തച്ചങ്കോട് സഭയുടെ അംഗങ്ങളാണ്. ആ ബന്ധത്തിലും ഈ കുടുംബങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഭവനമെന്നുള്ള നിലയിൽ ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവരുടെ സുഖദുഃഖ സമയങ്ങളിൽ സംബന്ധിപ്പാനും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയ മാതാവിദ്യാസ നിലയിൽ പിതൃദാസന്മാരും ബന്ധുക്കളുമായി ഭവനത്തിൽ കടന്നു വരുന്ന സമയത്ത് ഞാൻ ഈ ഭവനത്തുണ്ടായിരുന്നു. പ്രിയ മാതാവിൻ്റെ ആശ്വാസത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രിയപ്പെട്ടവരോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ ഈ അവസരം ഒരുക്കി. എങ്കിലും രോഗത്തിൽ നമ്മുടെ കിടക്കകളൊക്കെ മാറ്റിയിരിക്കുന്ന കർത്താവ് വേദനയും കഷ്ടതയും ദുഃഖവും നിറഞ്ഞതായി ശരീരത്തിൽ നിന്ന് നിത്യമായ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പ്രിയ മാതാവിനെ കഴിഞ്ഞ ദിവസം ചേർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മളെല്ലാവരും വളരെ പ്രത്യാശയോടെയാണ് പ്രിയ മാതാവിനെ യാത്ര അയക്കുന്നത്. സദൃശവാക്യങ്ങളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്:
യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ പ്രതിഫലം അവൾക്ക് കൊടുപ്പി. കഴിഞ്ഞ നാളുകളിൽ 84 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് അനേക വിശുദ്ധന്മാർ ഇവിടെ ഓർപ്പിച്ചതുപോലെ, നല്ല സാക്ഷ്യങ്ങൾ പ്രസ്താവിച്ചതുപോലെ ദൈവത്തെയും ദൈവദാസന്മാരെ ദൈവമക്കളെ സ്നേഹിച്ച് സേവിച്ച് അനുഗ്രഹമായ നിലയിൽ ജീവിതം പൂർത്തിയാക്കി പ്രതിഫലം വാങ്ങിക്കുവാൻ കടന്നുപോയിരിക്കുന്ന പ്രിയ മാതാവിൻ്റെ ഈ അന്ത്യയാത്രയുടെ യാത്രയപ്പ് സമയത്ത് ദുഃഖത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഗണപൽ ചർച്ചുകോട് സഭയുടെ എല്ലാ ദൈവമക്കളെയും ദുഃഖവും പ്രത്യാശയും ഈ തരണത്തിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നു. സൗഖ്യമില്ലാതിരിക്കുന്ന സമയത്ത് എപ്പോഴും അമ്മച്ചി തനിയായിരുന്നു ഈ പാട്ട് പാടുവാറുണ്ട്. ഇപ്പോൾ ഞങ്ങളും ഇതിന് കൂടെ പാടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാട്ട് പാടുകയാണ്. അമ്മച്ചിയുടെ ഈ മനോഹരവാദിൽ കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികളും ചർച്ചക്കാർ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഞാൻ ദൈവനാമങ്ങളിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ പിതാവ് മരിച്ചിട്ടിപ്പോൾ ഏകദേശം 4 വർഷം തികയാൻ പോവുകയാണ്. അന്ന് മുതൽ അമ്മച്ചിക്ക് ചെറിയ രീതിയിൽ ശാരീരികമായും മാനസികമായും ഉള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തീരെ കിടപ്പായി വെള്ളം കുടിക്കാതെയും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. അതിന് മുൻപ് എനിക്കും 1.5 മാസം ഞാൻ ജെസ്സിയുടെ വന്ന് കുറച്ച് അടമിച്ചും കൂടെ പാർക്കുന്ന ദൈവം ഞങ്ങളെ സഹായിച്ചു. അത് കഴിഞ്ഞ് ജെസ്സി ഇവിടെ ആക്കിയിട്ട് ഞാൻ തിരിച്ച് കടന്നുപോയി. അമ്മച്ചിക്ക് തീരെ വയ്യായിട്ടുള്ള ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മരിക്കുന്നതിൻ്റെ തലേ ദിവസം കടന്നു വന്ന് ഒരു ദിവസം അമ്മച്ചിയുടെ ആയിരിക്കാനും വെള്ളം കൊടുക്കാനും പ്രാർത്ഥിക്കാനും ഞാൻ സഹായിച്ചു. മാത്രമല്ല ആ മരണ സമയത്ത് ഞങ്ങൾ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വിളിച്ച് വേർതിരിച്ച് ആ നിലയിലേക്ക് കടന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ സംഭവിച്ചു. ഞങ്ങൾ അമ്മച്ചിക്ക് 5 മക്കളാണ്. ഏറ്റവും മൂത്ത പെങ്ങൾ വഴിയും ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾ 4 ആൺമക്കൾ. അതിൽ എനിക്കും ജോസ്റ്റനെ മാത്രമേ കടന്നു വരുവാൻ സാധിച്ചുള്ളൂ. ഇടയെ മോനി കടന്നു വരാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചുവെങ്കിലും തക്ക സമയത്ത് കടന്നു വരാൻ സാധിച്ചില്ല. പിന്നെ മോനിയുടെ മകനെ മാത്രം ഇങ്ങോട്ട് വിടുവാൻ തന്നെ സഹായിച്ചു. മൂത്ത ആൾ സാധിച്ചാനും വരാൻ ആഗ്രഹിച്ചെങ്കിലും പുള്ളിക്കും വരാൻ സാധിച്ചില്ല. ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം അമ്മച്ചിയുടെ ആയിരിക്കാനും ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം കൃപ അടിയങ്ങൾക്കും തന്നു. മാത്രമല്ല അടിയങ്ങളും അമ്മച്ചിക്ക് 3ാമത്തെ തലമുറ വരെ കാണാൻ മക്കളെയും കൊച്ചുമക്കളെയും എൻ്റെ മക്കളെയും കാണുവാൻ 54 വയസ്സ് വരെയും ജീവിച്ചിരിക്കുന്നത് അവരെയെല്ലാം കാണുവാനും സന്തോഷിപ്പാനും ദൈവം കൃപ നൽകി. അടിയങ്ങൾ മക്കളും കൊച്ചുമക്കളും കുഞ്ഞുങ്ങളും മാത്രമല്ല ഇവിടെ കടന്നുകൂടി വന്നിരിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ അടുത്തിരിക്കുന്ന നാൾ എല്ലാവരും ദിവസങ്ങൾ കാണുവാൻ തുടങ്ങും. ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചിരിക്കാം. എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളെ തെറ്റുകണ്ടാൽ ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒരുപാട് ഉപദേശങ്ങൾ പറയുന്നതിനാൽ എൻ്റെ മാതാവാണ് ഞങ്ങളെ 5 മക്കളെയും
പഠിപ്പിച്ചു, ആവശ്യമായ വിദ്യാഭ്യാസം തന്നു. തുടർന്നുള്ള കാര്യങ്ങളെല്ലാം മാതാവ് ചെയ്തു. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വലിയ സ്നേഹത്തിലും ഐക്യതയിലും ജീവിച്ചു. നല്ല മാതൃക നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. എൻ്റെ അമ്മച്ചി കാണിച്ചു തന്നാൽ മാത്രമേ ജീവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവക്കാരും നിങ്ങളോട് ചെറുപ്രായത്തിലെ പറയും. എൻ്റെ അപ്പച്ചൻ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എഞ്ചിനീയറായി എൻ്റെ അപ്പച്ചനെ ദൈവം ഉയർത്തിയത് തന്നെ കടലിലും കപ്പലിലുള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുഭവം ദൈവമുള്ള ഒരു ദേശത്തായിരിക്കാൻ ദൈവം സഹായിച്ചു. അമ്മച്ചി ഞാൻ സൗദിയിൽ പോകുന്ന സമയത്ത് എൻ്റെ അമ്മച്ചിയാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നവരെയും അമ്മച്ചിയുടെ കൂടെ നിർത്തി പഠിപ്പിച്ചു. ഇത് അമ്മച്ചി പറയുമായിരുന്നു, അവൾ എൻ്റെ കൂടെ നിന്ന് ഒരു ജോലി ചെയ്യത്തില്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കത്തില്ല. പക്ഷെ അവൾ വീട്ടിൽ നിന്ന് കടന്നു പോകുന്ന തലേ ദിവസം അവളെല്ലാ കാര്യങ്ങളും ചെയ്തു, എല്ലാം നന്നായി ചെയ്തു. അമ്മച്ചിക്ക് അതിശയം തോന്നി. നിന്നൊക്കെ എൻ്റെ അടുത്ത് പറയും. അമ്മച്ചി എത്ര വിളിച്ചിട്ടും അമ്മച്ചി വിളി കേൾക്കുന്നില്ല. അവസരത്തിലേക്ക് എൻ്റെ അമ്മച്ചിയെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അമ്മച്ചിയോടൊപ്പം ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് സഹായിച്ചു. ഈ അവസാന ഈ ജലമാസങ്ങളിലും എൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് അമ്മച്ചിയോടൊപ്പമായിരിക്കാൻ ദൈവം സഹായിച്ചു. കർത്താവ് ജീവിതത്തിൽ ചെയ്യുന്ന ആ വലിയ കൃപയ്ക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപേക്ഷ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു.